സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ടാക്കോക്കാർഡുമായി ബന്ധപ്പെട്ടൊരു ചെറിയൊരു വിവരണേ. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാരുണ്ടായിരിക്കാം, ഇല്ലാത്തവരുണ്ടായിരിക്കാം, പുതിയ വന്ന ആൾക്കാർക്കും കൂടെ ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ടാക്കോ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അഥവാ നമ്മൾ നിർത്തുന്ന സമയത്തായാലും നമ്മളെന്ത് ചെയ്യും? 9 മണിക്കൂർ ഡ്യൂട്ടി അല്ലെങ്കിൽ 10 മണിക്കൂർ. അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് നമ്മൾ വണ്ടി ഒന്നുകിൽ 9 മണിക്കൂർ ഓടിക്കും, അല്ലെങ്കിൽ 10 മണിക്കൂറിൻ്റെ രണ്ടെണ്ണം. 9 മണിക്കൂർ 10 മണിക്കൂറാണല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടാക്കോ മെഷീൻ്റെ അകത്ത് തന്നെ ഈ ഏരോ, താഴത്തേക്കുള്ള ഏരോ ഒരു 5 എണ്ണം ഞെക്കുക. അപ്പോൾ ഈ വീഡിയോ 24H എന്നുള്ളത് വരും. അപ്പോൾ അതങ്ങനെ ഇതിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ താഴത്ത് കാണുന്നത് നമുക്ക് ഇന്ന് എടുക്കേണ്ട റെസ്റ്റാണ്. ഈ 9 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ നമുക്ക് എപ്പം വേണമെങ്കിലും വണ്ടി എടുക്കാം. മനസ്സിലായോ? ഇവിടെ 9:15 ഉണ്ടാവും ചിലപ്പോൾ. അത് ആ 1/4 മണിക്കൂർ കൂടെ റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. പക്ഷേ നമ്മൾ നമ്മുടെ ഡിസ്പ്ലേനകത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 9 മണിക്കൂർ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വണ്ടി എടുക്കും അല്ലേ? അപ്പോൾ ഡിസ്പ്ലേയിലെ സമയം നോക്കിയിട്ട് ഒരിക്കലും വണ്ടി എടുക്കാൻ പാടില്ല. നമ്മളെപ്പോഴും നമ്മളെ ടാബിൻ്റെ അകത്ത് എപ്പോഴാണോ ഈ 24 ഹവറിൻ്റെ താഴത്ത് ഇത് 0 ആവുന്നത് അപ്പോഴേ എടുക്കാൻ പാടുള്ളൂ. ഈ മുകളിൽ ഇനി എനിക്ക് 2 മണിക്കൂറും 1 മിനിറ്റും കൂടെ ഡ്രൈവ് ചെയ്യാനുള്ള ടൈം ഉണ്ടെന്നും, പിന്നെ 3 മണിക്കൂർ 47, ഇന്ന് 15 മണിക്കൂർ ഡ്യൂട്ടീൻ്റെ അകത്ത് ബാക്കിയുണ്ടെന്നാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ കാണുന്നത് കണ്ടോ? ഈ ഫസ്റ്റത്തെ ഞാൻ ഇപ്പോൾ 2 മണിക്കൂർ 35 മിനിറ്റ് ഡ്രൈവ് ചെയ്തു, അതിൻ്റെതാണ് കാണിക്കുന്നത്. ഈ 24 ഹവർ എന്നുള്ളത് കണ്ടങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരാൾക്കും പെട്ടെന്ന് അറിയില്ലാത്തത്. കാരണം എനിക്ക് തന്നെ അങ്ങനെ ഇത് 2 പ്രാവശ്യം കാണിച്ച് അതിനുശേഷമാണ് ഞാൻ ഈ കാര്യം തന്നെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തന്നെ കാരണം. മനസ്സിലായോ? കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. നമുക്ക് 24 മണിക്കൂർ ഡ്യൂട്ടീൻ്റെ അകത്ത് നമുക്ക് 10 മണിക്കൂറേ ഉള്ളൂ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അതാണ് നിയമം. മനസ്സിലായോ? പക്ഷെ അതെന്തില്ല, അത് നമ്മൾ മീൻസ് നമുക്ക് ആർക്ക് അറിയില്ലായിരിക്കാം, അറിവുള്ളവരുണ്ടായിരിക്കാം, അവർ അടുത്തുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 24 മണിക്കൂറിൽ 10 മണിക്കൂറേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? ആ 10 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യുന്നേരം ഇവിടെ ഇപ്പം നിങ്ങൾ മുകളിൽ 9:41 കണ്ടോ? അത് 9:45 ആവുന്നേരം ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വണ്ടി ഓഫാക്കാണ്ട് വെച്ചത്. അത് ബ്ലിങ്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം 1/4 മണിക്കൂറിനുള്ളിൽ നമ്മൾ വണ്ടി സൈഡാക്കിയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മണിക്കൂർ ഡ്യൂട്ടിയേ ഉള്ളൂ നമുക്കുള്ളൂ. 10 മണിക്കൂർ ഡ്യൂട്ടി അല്ല, 10 മണിക്കൂർ നമ്മുടെ സമയം, ജോലി സമയം. ഞാൻ പറയുന്നത് വണ്ടി ഓടിക്കുന്ന സമയമല്ല, പിന്നെ നമ്മുടെ ദിവസത്തെ ഡ്യൂട്ടി ഏത് 13 മണിക്കൂറല്ല 15 മണിക്കൂറിൻ്റെ അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഈ നമ്മളെ ഒരു ദിവസത്തെ 24 മണിക്കൂറിൽ 10 മണിക്കൂർ ഡ്യൂട്ടീൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇപ്പോൾ വീഡിയോ ഒന്ന് കറക്റ്റായിട്ട് കാണണേ എല്ലാവരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എല്ലാവരെയും ഇതൊരു വയലേഷനും കൂടിയാണ്. അഥവാ നമുക്ക് ഇങ്ങനെ ഈ 10 മണിക്കൂർ കഴിഞ്ഞു പോയെന്ന് വിചാരിച്ചോ, നമ്മളെ ഈ ടാക്കോൻ്റെ അകത്ത് മാത്രമേ ഇത് ബ്ലിങ്ക് ചെയ്യുള്ളൂ. ഈ സമയത്തിൻ്റെത് നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അഥവാ അത് 10 മണിക്കൂർ കഴിഞ്ഞു പോയി, 10 മണിക്കൂർ കഴിഞ്ഞു പോയി നിങ്ങൾ വണ്ടി സൈഡാക്കണം ശരിക്കും. എന്നിട്ട് 11 മണിക്കൂർ റെസ്റ്റ് എടുക്കണം. മനസ്സിലായോ? 11 മണിക്കൂർ റെസ്റ്റ് എടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ വയലേഷൻ പോവുള്ളൂ. മനസ്സിലായോ? വയലേഷൻ പോവാൻ മീൻസ് നമ്മൾ ആ 11 മണിക്കൂർ റെസ്റ്റ് എടുത്ത് എന്നുള്ളത് നമ്മുടെ ഇതിൻ്റെ അകത്ത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യൂല, പോലീസുകാർ നമുക്ക് അതിനൊരു ചെറിയ ഇളവ് തരും. മനസ്സിലായോ? അപ്പം നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സമയം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. മനസ്സിലായോ? അപ്പോൾ ഡബിൾ ഡ്രൈവറായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ രണ്ടാളെയും സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ടാക്കോ ഊരിയിട്ടിട്ട് നമ്മളിത് ചെയ്യുന്നേരം എന്തില്ല, നമുക്ക് ആ പ്രശ്നമില്ല. മനസ്സിലായില്ലേ? സിംഗിൾ ഡ്രൈവറായി പോകുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഹാമർ മോഡിൽ ഇട്ടിട്ട് വർക്ക് ചെയ്യില്ലേ, ആ ഹാമർ മോഡിൻ്റെ സമയമൊക്കെ നമ്മുടെ ഈ സമയം 24 ഹവർ എന്നുള്ള സമയത്തിൻ്റെ അകത്തേക്ക് പോകുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഇന്നത്തെ എൻ്റെ ഡ്രൈവിംഗ് ടൈം നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ 7 മണിക്കൂർ 59 മിനിറ്റാണ് ഞാൻ ഇന്ന് വണ്ടി ഓടിച്ച്. അപ്പോൾ ഇവിടെ തന്നെ എനിക്ക് 2 മണിക്കൂർ ബാക്കിയുണ്ടല്ലോ. ഏത് 10 മണിക്കൂറിൻ്റെ അതിൻ്റെ അത് നോക്കിയിട്ടാണ് നമ്മൾ സൈഡാക്കുക.
ഒരിക്കലും നമ്മൾ ഇത് മാത്രം നോക്കരുത്. നമ്മളെ ഡിസ്പ്ലേ നോക്കിയിട്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വണ്ടി ഓടിക്കാൻ പാടില്ല. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ടാക്കോൻ്റെ അകത്തുള്ള സമയങ്ങൾ. നിങ്ങൾ വണ്ടി നിർത്തുന്ന സമയത്ത് ഇതൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഇപ്പോൾ 9:45 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, എൻ്റെ ടാക്കോ ഇപ്പോൾ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 24 മണിക്കൂറിൻ്റെ അകത്ത് 15 മിനിറ്റിനുള്ളിൽ എൻ്റെ വണ്ടി സൈഡാക്കിക്കൊള്ളണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് ആർക്കും ഇത് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളത് എന്തായാലും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. കാരണം ഇന്ന് ഞാനത് കറക്റ്റായിട്ട് നിൽക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിന്നൊരു ബ്ലോക്ക് പെട്ട്. ആ ബ്ലോക്ക് പെട്ടിട്ട് ഞാനൊരു 1.25 മണിക്കൂർ ഞാൻ ബ്ലോക്കിൽ പെട്ട്. ആ 1.25 മണിക്കൂർ ഇന്നത്തെ വർക്കിംഗ് ഹവറിനകത്തേക്കാണ് പോയത്. മനസ്സിലായോ? ആ വർക്കിംഗ് ഹവറിൻ്റെ അകത്തേക്ക് പോയതിനെ കൊണ്ട് എന്തായി, എനിക്ക് ആ വർക്കിംഗ് ഹവറിൻ്റെ സമയം കൂടെ എൻ്റെ ഈ വർക്കിംഗ് ഹവറിൻ്റെ അകത്തേക്ക് വരികയും ചെയ്ത്, ഏത് ബ്ലോക്കിൻ്റെ ടൈം വർക്കിംഗ് ഹവറിൻ്റെ അകത്തേക്ക് വന്ന്. അപ്പോൾ എന്തായി, ഞാൻ ഇന്ന് ആകെ വണ്ടി ഓടിച്ച സമയം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടില്ലേ, 7 മണിക്കൂർ 59 മിനിറ്റാണ് ഞാൻ വണ്ടി ഓടിച്ചത്. പക്ഷേ ഇവിടെ എൻ്റെ വർക്കിംഗ് ഹവർ എന്ന് പറയുന്നത് 9 മണിക്കൂറും 44 മിനിറ്റും ആയി. അതിൻ്റെ കൂടെ ഞാൻ രാവിലെ ഹാമർ മോഡിൽ ഇട്ടിട്ട് ഒരു 1/4 മണിക്കൂർ നമ്മളെ വണ്ടി ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് 1/4 മണിക്കൂറിന് എടുത്തിട്ട് കണ്ടോ. എല്ലാവരും ശ്രദ്ധിക്കണേ, കണ്ടോ, എൻ്റെ 24 മണിക്കൂറിൽ 9 മണിക്കൂർ 45 മിനിറ്റായി. 1/4 മണിക്കൂർ കൊണ്ട് എൻ്റെ വണ്ടി സൈഡാക്കണം. അതാണ് ഈ ടാക്കോ ഇത് നമുക്ക് സാധനം തരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വീഡിയോ ആണ്. എല്ലാവരും ഇത് അറിയാത്തവരും അറിയുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? ആരും ഇതൊരു ഇതാന്ന് വിചാരിക്കരുത്, ഇത് നമ്മളൊരു വയലേഷനാണ്. നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു വയലേഷനാണിത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് ഞാൻ കാണിച്ചുതരേ. ഇത് ഓക്കെ അടിച്ച്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ 1/4 മണിക്കൂർ കൊണ്ട് എനിക്കിപ്പോൾ ടാക്കോ ഓഫ് ആക്കണം. അത് ഞാൻ ഓഫ് ആക്കുന്നതിന് മുന്നേ ഞാനൊരു കാര്യം കൂടെ കാണിച്ചു തരാം. നമ്മൾ എപ്പോഴും നമ്മളെ വണ്ടി ഓഫാക്കുകയാണെങ്കിൽ ഓഫാക്കി നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ടാക്കോ ഓഫാക്കുമല്ലോ. ടാക്കോ ഓഫാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 24H വെക്കുക. 24H വെച്ചിട്ട് ഇതിൽ 9 മണിക്കൂർ, ഈ 9 മണിക്കൂർ ഇവിടെ 0 ആവും. ആ 0 ആവുന്ന നിങ്ങൾക്ക് വണ്ടി എടുക്കാം. മനസ്സിലായോ? അല്ലാണ്ട് നിങ്ങളെ ഡിസ്പ്ലേയിലെ ടൈം നോക്കിയിട്ട്, വണ്ടീൻ്റെ ഡിസ്പ്ലേയിലെ ടൈം നോക്കിയിട്ട് ഒരിക്കലും എടുക്കരുത്. നിങ്ങൾ ഈ ടാക്കോ മെഷീനിലെ 24 ഹവറിൻ്റെ അകത്ത് വരുന്ന സമയം നോക്കിയിട്ടേ എടുക്കാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാണ്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താവും, നമ്മളെ ടാക്കോ വയലേറ്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ അത് ഇതൊക്കെ നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്. നമ്മൾ കുറേ പ്രാവശ്യം ആവുന്നേരാണല്ലോ നമ്മളിതിങ്ങനെ പഠിക്കുക. അപ്പോൾ നമ്മളങ്ങനെ പഠിച്ചതിനെ കൊണ്ടാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എപ്പോഴും ഇപ്പം ആ 9-10 മണിക്കൂറിൻ്റെ നിങ്ങൾ മനസ്സിലായല്ലോ, അത് നമ്മളൊരു വയലേഷനാണ്. അപ്പോൾ സിംഗിളായിട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാർ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ ഒരു 24 മണിക്കൂർ ഡ്യൂട്ടി, ഒരു ദിവസത്തെ 24 മണിക്കൂറിനകത്ത് നമുക്ക് പണിയെടുക്കാൻ പറ്റുന്നത് 10 ഹവർ മാത്രമേ ഉള്ളൂ. 9:45 ആവുന്നേരം തന്നെ ടാക്കോ നമുക്ക് അതിന് എന്ത് തരും, വാണിംഗ് തരും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, പരമാവധി എപ്പോഴും നമ്മൾ നമ്മളെ ഞാനൊന്ന് എൻ്റെ കൺട്രി കൊടുക്കണേ. ഓക്കെ, അപ്പോൾ ഞാനിത് ചെയ്തു. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ആരും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളെ ഡിസ്പ്ലേ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളെ വണ്ടി ഓടിക്കല്ല, നമ്മൾ ഡിസ്പ്ലേ നോക്കിയിട്ട് നമ്മളെ സാധനം ചെയ്യാൻ പാടില്ല. ഏത്, നമ്മളെ റെസ്റ്റിൻ്റെ സമയവും സാധനങ്ങളും. നിങ്ങൾ പരമാവധി രാവിലെ വണ്ടി ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് സിംഗിൾ ഡ്രൈവർമാരായിട്ട് പോകുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഡ്രൈവർമായിട്ട് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, മുകളിലോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനൊരു ബാർ വരും. കണ്ടോ? ഇത് വന്നാൽ നിങ്ങൾ ഇത് വെച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്ക് നമ്മളെന്താ പറയുക, നമ്മുടെ 10 മണിക്കൂർ ഡ്യൂട്ടീൻ്റെതും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഇതൊരു എന്താ പറയുക, ഒരു ഇൻഫർമേറ്റീവായ കാര്യം തന്നെയാണ്. കാരണം നമ്മളെ ടാക്കോ വയലേഷനിൽ നമ്മളെ റെസ്റ്റിൻ്റെ അകത്തും നമ്മുടെ വർക്കിംഗ് ഹവറിൻ്റെ അകത്തും വരുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ഓക്കെ, ഇത് ഞാൻ എൻ്റെ ഒരു അറിവിലുള്ള കാര്യം പറഞ്ഞതാണ്. ഇതിൽ എന്താ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഓക്കെ.